ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി NSS. പരിപാടിയിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പങ്കെടുക്കുമെന്ന് വൈസ് പ്രസിഡന്റ് N സംഗീത് കുമാർ പറഞ്ഞു. വിശ്വാസങ്ങൾ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. NSS നിലപാട് CPIM സ്വാഗതം ചെയ്തു. UDF-ഉം BJP-യും ബഹിഷ്കരിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനാണ് NSS-ന്റെ പൂർണ്ണ പിന്തുണ. പരിപാടിയിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പങ്കെടുക്കുമെന്ന് വൈസ് പ്രസിഡന്റ് N സംഗീത് കുമാർ. ആഗോള അയ്യപ്പ സംഗമം ഭഗവാന് വേണ്ടി സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയെ അതിൻ്റെ അവലോകന യോഗത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം അന്ന് തന്നെ ബഹുമാനായ ദേവസ്വം മന്ത്രി അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടും മാത്രമായിരിക്കും ഈ സംഗമവുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അവിടെ ഉറപ്പ് നൽകുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് ഈ സംഗമത്തോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷ നിലപാടിൽ NSS പ്രതികരണത്തിനില്ല. അതിനിടെ NSS പിന്തുണയെ സ്വാഗതം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് മതി ശബരിമലയിലെ അയ്യപ്പ സംഗമമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണമില്ല. കുടുംബത്തിന്റെ വാദങ്ങൾ നേരത്തെ പരിശോധിച്ചതാണ് എന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് തുടർ നടപടികൾക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് അനുകൂലമായ പഴുതുകളുണ്ടെന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങൾ തന്നെയാണ് വീണ്ടും ഹർജിയിൽ ഉന്നയിച്ചതെന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണം. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. വിചാരണ നടപടിക്കായി കേസ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. തുടരന്വേഷണ ഹർജിയിൽ തീർപ്പായതോടെ കേസ് റദ്ദാക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് PP ദിവ്യയുടെ തീരുമാനം. 24 കണ്ണൂർ. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സൽ വാഹനങ്ങൾക്ക് മാത്രം നിരോധനം. മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടും. കോഴിക്കോട് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. താമരശ്ശേരി ചുരത്തിൽ പോലീസ് നിയന്ത്രണത്തോടെ വാഹനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ കടത്തിവിടാനാണ് തീരുമാനം. ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തും. സാധാരണ നിലയിലാകുന്നതുവരെ അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് ചുരത്തിൽ വിന്യസിക്കും. അപകടമുണ്ടായപ്പോൾ കളക്ടർ എത്തിയില്ല എന്ന TCDK MLയുടെ ആരോപണത്തിന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറിന്റെ മറുപടി ഇങ്ങനെ: കളക്ടർ നമ്മുടെ ജില്ലാ കളക്ടർ ഒരു പേരല്ല, ഒരു സിസ്റ്റമാണ്. സോ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥനാണ്. സോ ഇത് കളക്ടർ ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ ഒരു ആവശ്യവും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസം ഈ സിസ്റ്റം ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ഇതിനുള്ള TCDK MLയുടെ മറുപടി. ചുരം റോഡ് തകർന്നാൽ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പോലും വയനാടിന്റെ സാമൂഹ്യ ജീവിതത്തെ ഗൗരവതരമായി ബാധിക്കും. നാഷണൽ ഹൈവേ 766ന്റെ ചുരം ഘാട്ട് സെക്ഷൻ ഏറ്റവും അതിപ്രധാനമായി സംരക്ഷിക്കപ്പെടേണ്ട ഭൂഭാഗമാണ്. വയനാട് ചുരത്തിലുണ്ടായ മണ്ണ് നീങ്ങിനിരങ്ങൽ പ്രതിഭാസത്തിൽ കൂടുതൽ പഠനം വേണമെന്ന് മണ്ണ് സംരക്ഷണ വിദഗ്ധൻ PU ദാസ് ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ജമ്മു കാശ്മീരിൽ 12 ദിവസത്തിനിടെ മഴക്കെടുതിയിൽ 138 പേരാണ് മരിച്ചത്. മഴ നാശനം വിതച്ച ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ചമോലിയിലെ ദേവാൽ മേഖല, രുദ്രപ്രയാഗിലെ ബസുകേദാർ തെഹസിൽ എന്നിവിടങ്ങളിലാണ് മേഘവിസ്ഫോടനം. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങി. കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതം. രുദ്രപ്രയാഗിലെ ഹനുമാൻ ക്ഷേത്രം വെള്ളത്തിനടിയിലായി. കേദാർനാഥിൽ പാലം ഒലിച്ചുപോയി. അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. മഴ ദുരിതം വിതച്ച ജമ്മു കാശ്മീരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. വെള്ളപ്പൊക്ക മേഖലകളിൽ നിന്ന് 10,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. പഞ്ചാബിലെ 8 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്.
ഛത്തീസ്ഗഡിൽ മഴക്കെടുതിയിൽ 8 പേർ മരിച്ചു. തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും ഉൾപ്പെടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിനീത VG 24 ഡൽഹി. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര അവസാന ഘട്ടത്തിലേക്ക്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് യാത്രയുടെ ഭാഗമായി. CPI ജനറൽ സെക്രട്ടറി D രാജയും ആനി രാജയും യാത്രയിൽ അണിചേർന്നു. അതിനിടെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും കോൺഗ്രസ് പ്രവർത്തകൻ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് BJP പ്രതിഷേധം ശക്തമാക്കി. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരനിൽ നിന്നായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ 13ാം ദിനത്തിന്റെ തുടക്കം. രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമൊപ്പം CPI ജനറൽ സെക്രട്ടറി D രാജ, ആനി രാജ, സച്ചിൻ പൈലറ്റ് എന്നിവർ അണിചേർന്നു. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും നേതാക്കളും യാത്രയുടെ ഭാഗമാകുന്നതോടെ ബീഹാറിൽ സഖ്യം കരുത്തു തെളിയിക്കുകയാണ്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് നീങ്ങുന്ന യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിക്കും മാതാവിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകൻ മോശം പരാമർശം നടത്തിയതിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടു. ദർഭംഗയിലെ യാത്രയ്ക്കിടെ മോശം പരാമർശം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകൻ റഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ പട്നയിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഡൽഹി. ഇന്ത്യയുടെ വികസനത്തിന്റെ പ്രധാന പങ്കാളിയാണ് ജപ്പാൻ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ ജാപ്പനീസ് നിക്ഷേപം $68 ബില്യൺ ഉയർത്തുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ തീരുവ തർക്കം മുറുകുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം. പ്രതിരോധം, സാങ്കേതികവിദ്യ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ സന്ദർശനത്തിൽ ധാരണയായി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം പരസ്പര വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയെന്ന് ടോക്കിയോയിൽ നടന്ന സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. मेट्रो से लेकर मैन्युफैक्चरिंग तक, सेमीकंडक्टर से लेकर स्टार्टअप्स तक, हर क्षेत्र में हमारी साझेदारी आपसी विश्वास का प्रतीक बनी है. ഇന്ത്യയിലെ നിക്ഷേപം $68 ബില്യൺ ഉയർത്തുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിമാരായ യോഷിഹിഡെ സുഗോ, ഫുമിയോ കിഷിദ എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തി. ഉച്ചകോടിയിൽ അമേരിക്കയുടെ തീരുവയെക്കുറിച്ച് മോദി പരാമർശിച്ചില്ല. എന്നാൽ ചൈന സന്ദർശിക്കാനിരിക്കെ ഇരു രാജ്യങ്ങൾ തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് മോദി ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ജപ്പാനിലെത്തിയ മോദിക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. ജാപ്പനീസ് ഭാഗ്യചിഹ്നമായ ദരുമോ പാവയും മോദിക്ക് സമ്മാനമായി നൽകി. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം മോദി നാളെ ഷാങ്ഹായി സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് തിരിക്കും. 24 ഡൽഹി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അയച്ച സ്വകാര്യ കത്ത് ചർച്ചയാവുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര യുദ്ധം ശക്തമാക്കിയപ്പോൾ ഇന്ത്യയുമായി പുതിയ ബന്ധം ആരംഭിച്ചതായി കത്തിൽ ഷീ ജിങ് പറയുന്നുണ്ട്. കത്ത് സ്ഥിരീകരിച്ച അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കത്ത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഞായറാഴ്ച ബീജിംഗിൽ എത്തുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഈ കത്ത് ചർച്ചയാവുന്നതും അതിലെ പരാമർശങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നത് ആർക്കും കൃത്യമായി അറിയില്ല എങ്കിൽ പോലും അത് ചർച്ചയാവുന്നതും. അതിൻ്റെ സൂചന പ്രധാനമന്ത്രി ഒരു ജാപ്പനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചൈനയുമായി മികച്ച ബന്ധത്തിനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ അമേരിക്കയ്ക്കുള്ള ഒരു മറുപടി ആയിരിക്കുമോ ഇന്ത്യ ചൈന ബന്ധവും ഒപ്പം ഈ SCO ഉച്ചകോടിയിലെ നീക്കങ്ങളും? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമാണ് ഇത്തരം ഒരു കത്ത് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിന് കത്ത് അയക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ വളരെ അപൂർവമായ കാര്യമായിട്ട് വേണം കാണാൻ. ആ കത്ത് അയക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ ആ കത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബർഗാണ് ഈ കത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുള്ളത്. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇന്ത്യയുമായി അമേരിക്കയുടെ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അത് താരിഫ് നയം പ്രഖ്യാപിച്ചത് മുതൽ മാത്രമല്ല, അതിന് തൊട്ട് മുൻപ് അതിനിടയ്ക്കുമുണ്ടായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ, ആ ഏറ്റുമുട്ടൽ പിന്നീട് വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു. ആ കരാറിന്
കാരണക്കാരനായി അല്ലെങ്കിൽ ആ വെടിനിർത്തൽ കരാറിന് കാരണക്കാരനായി സ്വയം അവരോധിച്ചുകൊണ്ട് ട്രംപ് വരുന്നു. അങ്ങനെ ട്രംപ് രണ്ടർത്ഥത്തിൽ ഇന്ത്യക്ക് പല തരത്തിലായി വലിയ ദോഷകരമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യം ഉപയോഗിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. ഈ താരിഫ് നയവും അമേരിക്കയുടെ ഇന്ത്യൻ വിദേശകാര്യത്തിലും ഇന്ത്യയുടെ യുദ്ധകാര്യങ്ങളും അടക്കം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളടക്കം ട്രംപ് ഇടപെടുന്നു. ഇങ്ങനെ ട്രംപ് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യക്ക് ദോഷകരമായി ഭവിക്കും. അതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ചൈനയ്ക്ക് ഇന്ത്യയുമായി ഒരു സൗഹൃദത്തിന് ആഗ്രഹമുണ്ട്. ആ സൗഹൃദം ഇന്ത്യക്ക് തുടർന്നുകൊണ്ട് പോകാൻ ആഗ്രഹമുണ്ടോ എന്നാണ് ഈ കത്തിലൂടെ അദ്ദേഹം ചോദിക്കുന്നത്. ആ കത്ത് മോദിക്കും പങ്കുവെക്കുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അതിർത്തി പ്രശ്നങ്ങൾ, അത് നമുക്കറിയാം, ഗാൽവാൻ താഴ്വരയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ചൈന സന്നദ്ധമാണ്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുമായി വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ, ഇന്ത്യയിൽ നിന്ന് കൂടുതൽ യൂറിയ ഇറക്കുമതി ചെയ്യാനും തിരിച്ചും ആ രൂപത്തിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനും അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും ഒപ്പം ബ്രിക്സ് അടക്കമുള്ള ഇന്ത്യയും ചൈനയും ബ്രസീലും അടക്കമുള്ള അങ്ങനെ ആ രൂപത്തിലുള്ള ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു വലിയ വ്യാപാര വാണിജ്യ നയതന്ത്ര തലത്തിലേക്ക് വലിയ രൂപത്തിൽ ചൈനയും ഇന്ത്യയും ഉയർന്നു വരുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതുകൂടിയാണ് ചൈന ഉദ്ദേശിക്കുന്നത്. അതിന് ഇന്ത്യക്ക് താല്പര്യമുണ്ടോ എന്നറിയാനാണ് ഈ കത്ത് പ്രസിഡന്റിന് അയക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കത്ത് ഇന്ത്യൻ പ്രസിഡന്റിന് അയക്കുമ്പോൾ അത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൂടി കൈമാറുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക, അത് വർദ്ധിപ്പിക്കാൻ ചൈനയ്ക്ക് താല്പര്യമുണ്ട് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതായിരുന്നു സീക്രട്ട് ലെറ്റർ എന്ന പേരിൽ പുറത്തുവരുന്ന കത്ത്. ആ കത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു കഴിഞ്ഞു. അത് ചർച്ചയാകുന്നുമുണ്ട്. വിജയകുമാർ. സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന ഒരു ചൈനയുടെ പതിവ് നയതന്ത്ര രീതി, അതാണ് ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിൽ ചൈന ഇപ്പോൾ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം, വിദേശകാര്യ വകുപ്പ്, വിദേശകാര്യ മന്ത്രിയൊക്കെ അതിനോട് ഇടപെടുക, അതിൽ പ്രതികരിക്കുക എന്നത് ഒരു വലിയ നയതന്ത്ര കൗതുകം കൂടിയാണ്. പ്രധാനമന്ത്രി ഞായറാഴ്ച ബീജിംഗിൽ എത്തുന്നുണ്ട്. ആ ചർച്ചയിൽ, അവിടെ നടക്കുന്ന ഉച്ചകോടിയിൽ അതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാകുമെന്നതും ഉറപ്പാണ്. ശ്രീജിത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ 3-ാം ദിവസത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി നറുക്കെടുപ്പ് നടത്തുന്നത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് വിജയിക്ക് ലഭിക്കുന്നത്. കൊല്ലം ജില്ലയിലെ അനിത ആണ് 3-ാം ദിവസത്തെ വിജയി. കൂപ്പൺ നമ്പർ 40687. അനിത, കൊല്ലം ഡിസ്ട്രിക്ട്. ഗോപു നന്ദില ജിമാർട്ട് അത്തം പത്തോണം 1 ലക്ഷം രൂപ ഡെയിലി ക്യാഷ് പ്രൈസ് ലാക്പതി ഓഫറിന്റെ 3-ാം വിജയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് NSSന്റെ പിന്തുണ. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ. വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെന്ന് വിശദീകരണം. NSS നിലപാട് സ്വാഗതാർഹമെന്ന് CPIM. ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് മതി അയ്യപ്പ സംഗമമെന്ന് BJP. ആദ്യമായിട്ട് 24 ചാനലുകാർ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വാർത്ത കൊണ്ടുവന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. നടപടി ഉടനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് അവിടെ നിന്ന് അറിയിപ്പ് തന്നിട്ടുള്ളത്. 4 ദിവസത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 24 ബിഗ് ഇമ്പാക്ട്. ശസ്ത്രക്രിയക്കിടെ ട്യൂബ് നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കേസെടുത്തു പോലീസ്. പിഴവ് അശ്രദ്ധ മൂലമെന്ന് FIR. നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച് സുമയ്യ. വീഴ്ച പുറത്തു കൊണ്ടുവന്നത് 24. അമേരിക്കയുടെ തീരുവ വെല്ലുവിളികൾക്കിടെ ജപ്പാനുമായി സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് മോദി. പ്രവചനങ്ങളെ അപ്രസക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യക്ക് 7.8% വളർച്ച. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ഇടിവ്. ലൈംഗികാരോപണത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുക്കി വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ്. രാഹുലുമായി ബന്ധമുള്ള അടൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നൂബിൻ ബിനുവിന്റെ ഫോൺ പിടിച്ചെടുത്തു. ക്രൈംബ്രാഞ്ച് നീക്കം രാഹുലിനെ നാളെ ചോദ്യം ചെയ്യാനിരിക്കെ അന്വേഷണ ചുമതലയുള്ള ബിനുകുമാറിനെ മാറ്റി DYSP ഷാജിക്ക് ചുമതല. രാഹുലിനെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പാലക്കാട് A ഗ്രൂപ്പ് യോഗ തീരുമാനം. വാർത്ത തള്ളി ഷാഫി പറമ്പിൽ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന്
നാളെ പുന്നമടക്കായലിൽ തുടക്കം. ജലരാജാവാരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം പ്രേക്ഷകരിലെത്തിക്കാൻ 24 നാളെ രാവിലെ 6 മണി മുതൽ തത്സമയ സംപ്രേഷണം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കും. ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് വ്യാപക പരിശോധന തുടങ്ങി. സൈബർ വിംഗ് CI ഉൾപ്പെടുന്ന 4 അംഗ സംഘമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിലുള്ളത്. ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉടൻ മൊഴി രേഖപ്പെടുത്തലുകളിലേക്ക് കടന്നേക്കും. ആദ്യഘട്ടത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തിയ റിനി ആൻഡ് ജോർജ്, അവന്തിക, ഹണി ഭാസ്കരൻ എന്നിവരുടെ മൊഴിയെടുക്കും. 2 വ്യത്യസ്ത ടീമുകളായി തിരിച്ച് എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് നീക്കം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. രാഹുലിനെതിരെ ഉചിതമായ നടപടിയെടുത്തു എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവർത്തിച്ചു. ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. അതിനിടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടും ക്രൈംബ്രാഞ്ച് നടപടികൾ സജീവമാക്കി. രാഹുലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധന നടത്തി. 2 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട്ടെത്തിക്കാൻ രഹസ്യ A ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന വാദം തള്ളി ഷാഫി പറമ്പിൽ MP. ശ്രീചന്ദ്രന്റെ വീട്ടിൽ പോയിട്ടില്ല. പാലക്കാട്ടെത്തിയത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ്. മനഃപൂർവ്വം വ്യാജ പ്രചാരണം നടത്തുകയാണ് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ വീട്ടിൽ താൻ പോയിട്ടേ ഇല്ലെന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. C ചന്ദ്രൻ ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നില്ല. താൻ പാലക്കാട് എത്തിയത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ്. അത് മാധ്യമപ്രവർത്തകർ എല്ലാം കണ്ടതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇപ്പം ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന ഈ പറയുന്ന C ചന്ദ്രേട്ടൻ KPCC ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ലാഞ്ഞു. ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്നുള്ളത് ടിക്കറ്റും ഫോട്ടോയും സഹിതം ഒരു മനുഷ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അടുത്ത വരി കൊടുക്കുന്നത് നിഷേധിച്ച് ഷാഫി എന്നുള്ളത്, അപ്പോഴും അവിടെ യോഗം ചേർന്നു എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല. പ്രചാരണം തള്ളി C ചന്ദ്രനും രംഗത്തെത്തി. അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളൊരു വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ്. രാഹുലിനെ തിരികെ എത്തിക്കാൻ നീക്കം നടക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ അതൃപ്തി അറിയിച്ച കോൺഗ്രസിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. രാഹുൽ തിരിച്ചെത്തിയാൽ സുരക്ഷ ഒരുക്കാനാകില്ലെന്നതാണ് DCCയുടെ നിലപാട്. 24 പാലക്കാട്, കോഴിക്കോട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലങ്ങളിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. GST ബാധ്യത ഉണ്ടായിരിക്കെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തി. കെയ്ഡ് ലോജിസ്റ്റിക് എന്ന കമ്പനിയുടെ പാർട്ണറായ C കൃഷ്ണകുമാർ തനിക്കൊരു ബിസിനസ്സും ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സത്യവാങ്മൂലം നൽകി എന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും GST ബാധ്യതകളില്ലെന്നാണ് C കൃഷ്ണകുമാർ നൽകിയ സത്യവാങ്മൂലം. കുടിശ്ശിക അടയ്ക്കണമെന്ന് കാണിച്ച കൃഷ്ണകുമാറിന് GST വകുപ്പ് അയച്ച നോട്ടീസ് സന്ദീപ് വാര്യർ ഇന്ന് പുറത്തുവിട്ടു. കെയ്റ്റ് ലോജിസ്റ്റിക്സ് കമ്പനിയുടെ ഓഹരി ഉടമയാണെന്ന് കാണിച്ച രജിസ്ട്രേഷൻ വകുപ്പിൽ കൃഷ്ണകുമാർ നൽകിയ കത്തും സന്ദീപ് പുറത്തുവിട്ടു. ആ GSTയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ഡ്യൂവുമില്ല എന്നാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. തനിക്കൊരു കമ്പനിയുമായും പാർട്ട്ണർഷിപ്പ് ഇല്ലെന്നും അത്തരത്തിൽ എനിക്കൊരു GST ഡ്യൂവുമില്ലെന്നും ഏതെങ്കിലും തരത്തിൽ കരാറുകളില്ലെന്നും ഒക്കെയാണ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശ ഇക്കാര്യത്തിലുണ്ടെന്ന് സന്ദീപ് വാര്യർ. അപ്പോൾ പാർട്ട്ണർഷിപ്പുള്ള കാര്യം ഇദ്ദേഹം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്റെ ചോദ്യം കൃഷ്ണകുമാറിനോടേ അല്ല, എന്റെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വ്യാജ വിവരങ്ങൾ അടങ്ങിയ സത്യവാങ്മൂലം നൽകുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും കമ്മീഷൻ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. 24 പാലക്കാട്.
തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു. സുമയ്യയുടെ ശരീരത്തിൽ ട്യൂബ് മാറ്റുന്നത് വിദഗ്ധ സമിതി പരിശോധിച്ച് തീരുമാനിക്കും. നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് സുമയ്യയുടെ കുടുംബത്തിനും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഉറപ്പു നൽകി. തന്റെ ദുരിതം പുറത്തു കൊണ്ടുവന്ന 24-ന് സുമയ്യ നന്ദി പറഞ്ഞു. 24 ബിഗ് ഇമ്പാക്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സുമയ്യയും കുടുംബവും പ്രതിഷേധിച്ചതോടെയാണ് അഡീഷണൽ ഡയറക്ടർ ചർച്ചയ്ക്ക് തയ്യാറായത്. ഡോക്ടർ രാജീവ് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് ADHS ഉറപ്പു നൽകി. വിദഗ്ധ സമിതി പരിശോധിച്ചതിനു ശേഷം കഴിയുമെങ്കിൽ സർക്കാർ ചെലവിൽ ട്യൂബ് പുറത്തെടുക്കും. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വിദഗ്ധ സമിതി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ചെയ്യാം. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കേരളത്തിലല്ല, ഇനി പുറത്തായിരുന്നാൽ പോലും ഇതെടുക്കുന്നതിനുള്ള എല്ലാ ബാധ്യതയും എല്ലാ സാമ്പത്തികവും ഏറ്റെടുക്കേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധുവിന്റെ പരാതിയിൽ സുമയുടെ മൊഴിയെടുത്ത് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. IPC 336, 338 വകുപ്പുകൾ ചുമത്തി. സുമയുടെ ശരീരത്തിൽ വയർ കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ പ്രവൃത്തിയാണെന്നാണ് FIR-ൽ പറയുന്നത്. തനിക്ക് നീതി ലഭിക്കുമെന്നുറപ്പെന്നും വാർത്ത പുറത്തു കൊണ്ടുവന്ന 24-ന് നന്ദിയെന്നും സുമയ്യ. ആദ്യമായിട്ട് 24 ചാനലുകാർ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വാർത്ത കൊണ്ടുവന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. നടപടി ഉടനെ ഉണ്ടാവും എന്നാണ് എനിക്ക് അവിടെ നിന്ന് അറിയിപ്പ് തന്നിട്ടുള്ളത്. തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. 24 തിരുവനന്തപുരം. 108 ആംബുലൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല 2 സംസ്ഥാനങ്ങളിൽ വിലക്കുള്ള GVK EMRI കമ്പനിയെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാർ പരിഗണിച്ചു എന്നാണ് ആരോപണം. അയോഗ്യത മറച്ചുവെച്ച് 250 കോടി കമ്മീഷന്റെ ഉപകാരസ്മരണ സർക്കാർ കാട്ടിയെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. GVK EMRI കമ്പനിയുടെ അയോഗ്യത വെളിപ്പെടുത്തുന്നതും പരാതി നൽകിയതുമായ രേഖകളാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത്. ടെൻഡർ നേടിയ കമ്പനി കർണാടകയിലും മേഘാലയയിലും ശിക്ഷാ നടപടി നേരിട്ടു. വിലക്കേർപ്പെടുത്തിയാൽ ടെൻഡറിൽ പങ്കെടുക്കാൻ കമ്പനി അയോഗ്യരാകും. സത്യവാങ്മൂലത്തിൽ കമ്പനി ഇത് മറച്ചുവെച്ചെന്നാണ് ആരോപണം. കമ്പനിയുടെ അയോഗ്യത ചൂണ്ടിക്കാട്ടി ടെൻഡറിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് പരാതി നൽകി. ഈ പരാതി സർക്കാർ പൂഴ്ത്തി. കർണാടകയിൽ ആംബുലൻസ് സർവീസ് നടത്തിയതിന്റെ ടെൻഡറിന് ഇതേ കമ്പനി വ്യാജരേഖകൾ സമർപ്പിച്ചതായി തെളിഞ്ഞിരുന്നു. പ്രവർത്തനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മേഘാലയ സർക്കാർ 2022 ഓഗസ്റ്റിൽ കമ്പനിയുടെ പ്രവർത്തനം റദ്ദാക്കിയിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 316 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കാൻ 517 കോടി രൂപയുടെ ഭീമമായ കരാറാണ് സർക്കാർ നൽകിയത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 335 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കാൻ 293 കോടി രൂപ കരാറായി നൽകി. ഇതോടെ ആദ്യ കരാറിൽ 250 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. 24 തിരുവനന്തപുരം. ആംബുലൻസിന് വഴിയൊരുക്കാൻ ഗതാഗതക്കുരുക്കിലൂടെ ഓടിയ വനിതാ ASI അപർണയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ ആ ദൃശ്യങ്ങളിൽ പുതിയ ട്വിസ്റ്റ്. ആംബുലൻസിനുള്ളിൽ രോഗികളില്ലായിരുന്നുവെന്ന് MVD കണ്ടെത്തി. ഡ്രൈവർ സഹിതം ആംബുലൻസ് കസ്റ്റഡിയിലെടുത്ത് പിഴ ചുമത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കാൻ കഷ്ടപ്പെടുന്നത് അപർണയുടെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ സംഭവമല്ല. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടിമുറിച്ച് നൽകിയതും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നതും ഇതേ അപർണ തന്നെ. എന്നാൽ 9-ാം തീയതി തൃശൂരിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട ആംബുലൻസിന് വഴിയൊരുക്കിയ ദൃശ്യങ്ങളിലെ ആംബുലൻസിനുള്ളിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബൈജുവിന്റെ സംശയമാണ് അന്വേഷണത്തിന് ആധാരമായത്. വണ്ടിയുടെ റൈറ്റ് സൈഡിലുള്ള മിററിലാണ് ആ വിഷ്വൽ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ആ വിഷ്വൽ എടുക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വിഷ്വൽ എടുക്കാനായിട്ട്. അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് ഡൗട്ട് തോന്നിയത്. ഞാൻ ആദ്യം ഈ സംഭവം അറിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അന്വേഷണം നടത്തി പിന്നെ എനിക്ക് ഒരു ഇൻഫർമേഷൻ വളരെ വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളൊരു ഇൻഫർമേഷനും കിട്ടി. അപ്പോൾ അതിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. തൊടുപുഴ സ്വദേശി അലന്റെ ഉടമസ്ഥതയിലാണ് ആംബുലൻസ്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ ആശുപത്രിയിൽ ഇറക്കിവിട്ടതിനു ശേഷം മറ്റൊരു രോഗിക്ക് വേണ്ടി പോകുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ ഫൈസലിന്റെ ന്യായീകരണം. വാഹനമോടിക്കുന്നതിനിടയിൽ ദൃശ്യങ്ങൾ പകർത്തിയതിലും രോഗികളില്ലാതെ സൈറണിട്ട് ആംബുലൻസ് ഓടിച്ചതിനും ഇയാൾക്കെതിരെ നടപടിയുണ്ടാകും. 24 തൃശൂർ. ഓളപ്പരപ്പിലെ ജലരാജാവിനെ കണ്ടെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ അവസാനവട്ട ഒരുക്കത്തിലാണ് ആലപ്പുഴ.
ആരാകും ഈ വർഷത്തെ ജലരാജാവ് എന്നതിൽ ആരാധകർക്കിടയിലും ആവേശപ്പോരാണ് നടക്കുന്നത്. നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പുതിയ അവകാശികൾ ഉണ്ടാകുമോ എന്നതിലും ആകാംക്ഷ ഉയരുകയാണ്. തുഴയും വള്ളവും വെള്ളവും തമ്മിലുള്ള ആവേശപ്പോരിൽ ആര് ജയിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തുടർച്ചയായ 6ാം കിരീടം ലക്ഷ്യമിട്ട് പള്ളാത്തുരുത്തിയും മൈക്രോ സെക്കൻഡുകൾക്ക് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട കിരീടം തിരികെ പിടിക്കാൻ വില്ലേജ് ബോട്ട് ക്ലബ്ബും പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ കിരീടം തിരികെ പിടിക്കാൻ മറ്റു ക്ലബ്ബുകളും തുഴയെറിയുമ്പോൾ പുന്നമടയിലെ ഓളങ്ങൾക്ക് തീ പിടിക്കുമെന്നുറപ്പാണ്. വള്ളപ്പുരയിൽ നിന്നും കായലിലേക്ക് വള്ളങ്ങൾ ഇറങ്ങുമ്പോൾ മുതൽ തുടങ്ങുന്ന ആവേശം നാളെ ജലരാജാവ് നെഹ്റു ട്രോഫി ഉയർത്തും വരെ തുടരും. വാശിയേറിയ പോരാട്ടത്തിന് വേദിയാകുന്ന പുന്നമടയിൽ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. 71ാമത് നെഹ്റു ട്രോഫിയുടെ ആവേശം ആരാധകർക്കിടയിലും ആവേശപൂർവ്വം പടർന്നു കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിലാകെ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും കായലിലെ പോരിന് അതൊന്നും തടസ്സമാകില്ല എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കൈക്കരുത്തും മെയ്ക്കരുത്തും ഒരുപോലെ ഒരുമിക്കുന്ന നെഹ്റു ട്രോഫിയിൽ പുന്നമടയുടെ പുതിയ രാജാവാരെന്നറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. 24 ആലപ്പുഴ. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പ്രത്യേകം യോഗം ചേർന്നു. ഡൽഹിയിലെ കർണാടക ഭവനിലായിരുന്നു യോഗം. GST പരിഷ്കരണം ഏർപ്പെടുത്തിയാലും വരുമാന നഷ്ടം സംസ്ഥാനങ്ങൾക്കാണ് എന്ന് യോഗം വിലയിരുത്തി. അടുത്ത മാസം ആദ്യവാരം ചേരുന്ന GST കൗൺസിൽ യോഗത്തിൽ സംസ്ഥാനങ്ങൾ ഈ ആശങ്ക അറിയിക്കും. GST പരിഷ്കരണത്തിൽ 71% നഷ്ടവും സംസ്ഥാനങ്ങൾക്ക് സഹിക്കേണ്ടി വരുമെന്നാണ് യോഗത്തിലെ പ്രധാന വിലയിരുത്തൽ. സാധനങ്ങളുടെ വില കുറയുന്നതിൽ ഗുണം ജനങ്ങൾക്ക് ഉറപ്പാക്കണമെന്ന ആവശ്യം GST കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. ടാക്സിൻ്റെ ഇളവ് വരുന്നത് സാധാരണ ജനങ്ങൾക്ക് കിട്ടണം, അത് കിട്ടാതെ അത് കമ്പനികൾ എടുക്കരുത്. അതുകൊണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്, കൺസേൺ ഉണ്ട്. വലിയ തോതിലുള്ള വരുമാന നഷ്ട സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. സംസ്ഥാനങ്ങളുടെ വരുമാനം സംരക്ഷിക്കുന്ന തരത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ കണക്കുകൂട്ടൽ. 24 ഡൽഹി. അമേരിക്ക നികുതി ഭാരം അടിച്ചേൽപ്പിച്ചതിന് പിന്നാലെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. ഒരു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88.29 എന്ന നിലയിലേക്ക് ഇടിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് 88 രൂപ എന്ന പരിധി കടക്കുന്നത്. ഫെബ്രുവരിയിലെ 87.95 ആയിരുന്നു ഇതുവരെയുള്ള താഴ്ന്ന നിലവാരം. വിദേശ നിക്ഷേപകർ ഇന്ത്യ വിപണിയിൽ നിന്ന് ഡോളർ വൻതോതിൽ പിൻവലിക്കുന്നതും ഇടിവിന് കാരണമാണ്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ കയറ്റുമതിക്കാർക്ക് ഗുണമാകാറുണ്ടെങ്കിലും നികുതി ഭാരം കൂടിയത് ഇത്തവണ തിരിച്ചടിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണിത്. അതേസമയം ക്രൂഡ് ഓയിൽ അടക്കം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ചെലവേറും. ഇത് വിലക്കയറ്റത്തിന് കാരണമായേക്കും. പ്രവചനങ്ങൾ അപ്രസക്തമാക്കി ഇന്ത്യൻ GDPയുടെ മുന്നേറ്റം. 2025-26 സാമ്പത്തിക വർഷത്തെ ഒന്നാം പാദമായ ഏപ്രിൽ മുതൽ ജൂൺ വരെ 7.8% മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്കെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കും. CPIM വിമത കലാരാജു കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷ. UDF പിന്തുണയോടെ LDFന്റെ വിജയ ശിവനെയാണ് കലാരാജു തോൽപ്പിച്ചത്. പാർട്ടി വിപ്പ് ലംഘിച്ചാണ് കലാരാജു വോട്ട് ചെയ്തതെന്ന് LDF ആരോപിച്ചു. ഉപാധ്യക്ഷ സ്ഥാനവും UDFനാണ്. ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട നാടകാന്ത്യം കലാരാജു കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷ. UDF പക്ഷത്തുള്ള 12 വോട്ടുകൾക്ക് പുറമെ CPIM വിമതയായ കലാരാജുവും ചേർന്നതോടെ വിജയം UDFന്. വിപ്പ് ലംഘിച്ചു എന്നാരോപിച്ച് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സഭാതലത്തിൽ LDF പ്രതിഷേധം. മുൻ ചെയർപേഴ്സൺ വിജയശിവൻ നേടിയത് 12 വോട്ടുകൾ. വിജയം LDF ആരോപണങ്ങൾക്കുള്ള മറുപടിയെന്ന് കലാരാജു. നമുക്ക് അതിനൊരു മറുപടി കൊടുക്കാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതെ. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കുടുംബശ്രീ അംഗങ്ങൾ കലാരാജുവിനെതിരെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ലോൺ എടുത്ത പണം തിരിച്ചടയ്ക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി PG സുനിൽകുമാർ വിജയിച്ചു. നഗരസഭ മുൻ ഉപാധ്യക്ഷനും LDF സ്ഥാനാർത്ഥിയുമായ സണ്ണി കുര്യാക്കോസിനെയാണ് പരാജയപ്പെടുത്തിയത്. 24 ഇടുക്കി.
തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വികസന സദസ്സുമായി സർക്കാർ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സെമിനാറുകൾ സംഘടിപ്പിക്കും. വികസന സദസ്സിന്റെ പേരിൽ തട്ടിക്കൂട്ട് പരിപാടിയാണ് സർക്കാർ നടത്താൻ പോകുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ ഒരു മാസക്കാലം കൊണ്ടാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുക. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കും. സ്ഥലം MLA, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവർക്കൊപ്പം വിശിഷ്ട വ്യക്തികളെയും സദസ്സിൽ പങ്കെടുപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. സദസ്സിന്റെ തുടക്കത്തിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ പ്രസന്റേഷൻ നടത്തും. പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയും അവതരിപ്പിക്കണം. ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും പ്രോഗ്രസ് കാർഡിന്റെ പ്രകാശനവും ചടങ്ങിൽ വേണമെന്നാണ് നിർദ്ദേശം. വികസന സദസ്സിന്റെ നടത്തിപ്പിനായി തനത് ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. പഞ്ചായത്തുകൾക്ക് 2 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് 4 ലക്ഷം രൂപയും നഗരസഭകൾക്ക് 6 ലക്ഷം രൂപയും ചെലവിടാൻ അനുമതി നൽകി. പൊതുപണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണത്തിലുള്ള വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിനെ പ്രതിപക്ഷം വിമർശിച്ചു. പിരിവെടുത്തും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ചും മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ 2023. അതിന് എത്ര രൂപ ചെലവാക്കി? നവകേരള യാത്ര, എന്താ അതിൻ്റെ പേര് തന്നെ മറന്നുപോയി. ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിൻ്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം, ഒരു കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? എന്നാൽ വികസന നേട്ടങ്ങൾ ജനങ്ങളെത്തിക്കുന്നതിന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് സർക്കാരിന്റെ ചോദ്യം. പഞ്ചായത്തിന്റെ പരിപാടിക്ക് ഉപയോഗിക്കാമല്ലോ പഞ്ചായത്തിന്റെ ഫണ്ട്. പഞ്ചായത്തിന്റെ ഫണ്ട് പിന്നെ എന്തിനുള്ളതാണ്? അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ അവരുടെ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എന്ത് വിചിത്രമായിട്ടുള്ള വാദമാണ്. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സിനോട് എന്ത് സമീപനം സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഓണം സ്പെഷ്യൽ ഗുണ്ടാവിരുദ്ധ സ്ക്വാഡുമായി പോലീസ്. തലസ്ഥാനത്തു മാത്രം കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത് 42 ഗുണ്ടകളെ. 32 പേർ നിരീക്ഷണത്തിലാണ്. രാത്രികാല പരിശോധനയും ശക്തമാക്കി. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗുണ്ടകളുടെ വീട്ടിലെത്തിയും പരിശോധന നടക്കുന്നുണ്ട്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.